വെൽക്കം ടിവി ആൻഡ് കെവി. രണ്ട് സൈഡിൽ ലിവറി ഉണ്ടാ ബട്ടനാണ് നീ. ഞാനില്ലേ ടിവിയില്. എന്നെ തിരിച്ചു നിർത്തിയേക്കണല്ലേ? ഓ മെയിനാണല്ലോ ഇവൻ മെയിനാണല്ലോടാ ഇവിടുത്തെ. എനിക്കങ്ങനെ പ്രശ്നമില്ല, എനിക്കങ്ങനെ പ്രശ്നമില്ല. ഞാൻ കേറിക്കോളാം, വണ്ടി കേറിക്കോളാം. വണ്ടി ഓർക്കണില്ലേ ചന്ദ്രല്ലേ? ഞാൻ കേറി. ബ്ലാക്ക് മാഫിയയുടെ ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിക്ക് നമ്മൾ ഓൾറെഡി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിട്ടാ നമ്മൾ കേറണം. ഉണ്ട്. ഞാൻ ഇത് കഴിഞ്ഞതിന് RP കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജെയിംസ് ബോണ്ട് ബാക്കി എപ്പിസോഡ് 2 കളിക്കണം. അത് അധികം ഡിലേ ആക്കി ശരിയാവൂല. കസ്റ്റമുട്ടി വേണ്ട കേസ്. ഇത് ഞാൻ ഗ്യാങ് ഡ്രസ് ഇടുക. കസ്റ്റമുട്ടി വേണ്ട. അത് ഓ പറയടാ. അണ്ണന്റെ നിഴല് മതിയെന്ന്. നീയാണോ ഓടിക്കുന്നേ? ഞാനല്ല. വണ്ടി ഫുള്ളോ? 3 പേരാ? 10 സീറ്റ് ഉണ്ട്. ഞാൻ ബാക്കിലോട്ടിരിക്കാം. കേറിയിട്ടല്ലേ മാറിയാ മതി. കേറി മാറി ബാക്കിലോട്ട് മാർക്കോ എല്ലാരും. എത്ര മണിക്കൂർ ഉണ്ടാവില്ല? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെ കേറി സീറ്റ് മാറി കൊടുത്തായി. മാറി സീറ്റ് മാറി. ഇനി 2 സീറ്റ്. അതെ രായൊന്ന് സീറ്റ് മാറണേ. ഒരാളൂടെ. നീ ബസ്സിലെ കിളിയാടാ നീ? കൊല്ലം കൊണ്ടാ മറ്റേ സ്കീം ഇവിടെ നീങ്ങില്ലേ? ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. വണ്ടി എടുത്ത് എന്താടാ ഞാനാ എടുത്ത വണ്ടി. ബസ്സിലെ ഫോട്ടോ ഉണ്ടോ? അണ്ണനെ തിരിച്ചു നിർത്തിയിട്ട് ചന്ദ്രൻ അതിനെപ്പറ്റി സംസാരിക്കണ്ട. ഇപ്പൊ സംസാരിക്കണ്ട അതിനെപ്പറ്റി ഒന്നും. നമുക്കിപ്പൊ ഒന്നും സംസാരിക്കണ്ട. അത് പോട്ടെ, വിട്ടുകളാ അതൊക്കെ. പോണ സ്ഥലത്ത് അണ്ണനെ അപ്പൊ ഊഹിക്കാല്ലേ ചന്ദ്രന്റെ ഫ്ലക്സ്. വിട്ടുകളാ. അണ്ണാ ഞാൻ ഇവിടെ അണ്ണ ഈ പോസ്റ്റർ ഉണ്ടായിരുന്നു. ഒന്ന് ബാക്കിലോട്ട് നോക്കിയാണ്. അതിന് ഞാൻ ഇല്ല അറിയാം അണ്ണനെ. പിന്നെ നിന്റെ അപ്പൂപ്പനാ അപ്പൊ സൈഡിൽ എവിടെയോ പേര് വെച്ചിട്ടുണ്ട്. ചിലപ്പോ ഒരു പ്രതിമയെ കാണും. സുമതി അമ്മായിരെ വെച്ച് കേട്ടാ. 6 മണിക്കാണോ രാവിലെ? എവിടെ? കാരണം സുമതി അമ്മ എവിടെ? ഹിറ്റ്മാനെ സുമതി അമ്മ ഇപ്പൊ ഇല്ലടാ. നിറഞ്ഞ് ഇല്ല 10 നമ്മക്കറിയാലോ. നാളെ ടിവിയിലെ എല്ലാവന്മാരെയും വിളിച്ചിട്ട് മറ്റേ ഗെയിം കളിക്കാം നമുക്ക്. കാമിലാണോ ആ സാധനം? നാളെ ടിവിയിലെ 20 പേരെ വിളിച്ചിട്ട് ഞാൻ അത് സ്ട്രീം ചെയ്യുവേ. നാളെ എല്ലാവന്മാരെയും വിളിച്ച് 20 പേരെ വിളിച്ച് നാളെ സ്ട്രീം ചെയ്യാൻ പോണി ഞാനത്. അത് വിഷയ സാധനമാണ് കേട്ടോ. അത് എത്ര 10 പേരാണോ? 10 20 പേർക്ക് പറ്റുമല്ലോ കസ്റ്റം സെർവർ. 20 പേർക്ക് പറ്റൂടാ. അപ്പൊ പുറകെ 20 പേർക്ക് പറ്റൂടാ. ഒരു കസ്റ്റം സെർവർ ഉണ്ടല്ലോ. 20 പേർക്ക് കളിക്കാൻ പറ്റുന്നേ. ഗോഗു വന്നിട്ടില്ല. ഗോഗു ട്രിപ്പ് പോയേക്കില്ല. കഴിഞ്ഞും തോന്നുന്നു അവന്റെ ട്രിപ്പ്. 3 ദിവസം എന്നാ പറഞ്ഞേ. 3 ദിവസമായില്ലേ അവൻ പോയിട്ട്? 3 ദിവസമായി അവൻ പോയിട്ട്. 3 ദിവസമായി പോയിട്ട്. നാളെ ഇല്ലെന്നല്ലേ പറഞ്ഞ. നാളെ കൂടെ ഉണ്ട്. നാളെ കഴിഞ്ഞിട്ട് 2 ദിവസം ഇല്ലാത്ത. നാളെ ഉണ്ട്. എന്ത് കടലിൽ മുങ്ങിത്താഴുമ്പോ മാമന്റെ ചന്ദ്രു ഇന്ന് ഇന്നല്ല 11:39 ഉള്ളൂ. എടാ ചന്ദ്ര, നിനക്ക് നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോ നിനക്ക് ഈ വണ്ടി ഹെലിയൊക്കെ കിട്ടുമ്പോൾ കഴ കാണിക്കാതെ നീ അങ്ങ് മര്യാദക്ക് ഞങ്ങളെ ആ സ്ഥലത്ത് എത്തിച്ചാളിയാ.
ഓ ഇവൻ സാധാരണ എടുത്തു വെച്ച് വെള്ളം ചീറ്റിക്കുന്നു, ട്രയാങ്കിൾ ആക്കുന്നു, ഹെക്സഗൺ ആക്കുന്നു. ഇവൻ വന്ന് നിന്റെ കാമുകി മോളെ അങ്ങനെ അങ്ങ് ഞാൻ എടുത്തിട്ട് വരട്ടെ. ഇറങ്ങാൻ പറഞ്ഞോ. ബസ്സിന്റെ കളർ നോക്ക്, ഗ്രീൻ ആൻഡ് റെഡ് എന്ന്. അകത്തോട്ട് കയറി ബാക്ക് സീറ്റ് ഒരുപാട് കിടപ്പുണ്ട്. ഇരുന്നു. സ്ഥലം മാർക്ക് ആരാ ഫ്രണ്ടിലിരിക്കുന്ന? ലിയോ 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 കെവിയിലെ ലിയോ പ്രിൻസ്. ലിയോ ബാക്കിലോട്ട്. ഓ പെണ്ണും പിള്ളേം തൂക്കിയെടുത്തോണ്ട് വന്നിരിക്കും. അല്ലല്ല ചന്ദ്ര സ്ഥലം കാണാവോ? അങ്ങോട്ടാ. അതിന് ഇഷ്ടം പോലെ സീറ്റ് ഉണ്ട് ഈ ബസ്സിനകത്ത്. പുറകിലും കാണാൻ വന്നിരി. ഇവന്റെ വലിയ ഓവർ റൊമാൻറ്റിക് കാണിക്കുന്നു. സിറ്റിയിലുള്ളപ്പോ ബാക്കി എല്ലാ പെണ്ണുങ്ങളുടെ കൂടെ കസറി നടന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഷോ അടിക്കാൻ വേണ്ടി ഇരിക്കുന്നു. സത്യം. ചന്ദ്ര പയ്യപ്പോ ചന്ദ്രന്റെ ഡിച്ച് സ്പീഡാ. പാക്കേജ് എടുത്തേക്കുന്ന ഞാനാന്നേ. പോട്ട്. പറയുന്ന കേട്ടോ മതി. പോട്ട്. പോട്ട് നേരെ പോട്ട്. ഓ പാക്കേജ് നീ ഡ്രൈവർ. ഞാൻ ഹെൽത്തി ആയിട്ട് മാത്രമേ ഫുഡ് കഴിക്കാറുള്ളൂ. ഒരു മന്തിയെ പോരട്ടെ. ചോദിച്ചു മേടിച്ച് കഴിയടാ. ലൈവ് കഴിഞ്ഞിട്ട് വേണം മന്തിയും മയോണൈസും കൂട്ടി അടിക്കാൻ. പോന്നിടത്ത് കിട്ടും. റോഡ് കാണിക്കാൻ റൈറ്റ്. എന്തൊരു റൈറ്റ്. ഇവിടെ എന്തിനാ വാടച്ചുണ്ടായിരിക്കണ? ഇവിടെ അല്ലാതെ പോട്ട്. പയ്യെ അതിന് പയ്യെ. വലത്ത് ഫുട്പാത്തിൽ കൂടെ ഓടിക്കാനല്ല എന്തൊരു ഇപ്പുറത്തെ റോഡ്. എമൗണ്ട് അടിച്ചു തരും. എന്താ ചാറ്റിൽ അടിയാ അവിടെ? ആളിറങ്ങി. ചന്ദ്രു ഇവിടെ വെയിറ്റ് ചെയ്യ്. ഫോർ മോർ ഡീറ്റെയിൽസ് നമ്മുടെ പിള്ളേരുടെ ലോഗോ. അയ്യോ മാറി. A BM group of concern. Against every corner. Luxury. പയ്യെ പോവാളെ ഭയങ്കര സ്പീഡാ. എടാ ഇവിടെ ഇറങ്ങണോ? ഹലോ അണ്ണ മാത്രമേ ഉള്ളൂ. The Ark. A BM group of concern. പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നില്ല. Luxury. പെട്ടെന്ന് വായിക്കണം. ഇത് വായിക്കാം. കോണറല്ലടാ കൺസേൺ. കോർണർ കൺസേൺ എന്നല്ലേ എഴുതിയിരിക്കുന്നത്? അല്ലല്ല എലഗൻസ് എവരി കോർണർ. അത് കോർണർ. പഠിത്തോണ്ടാ നാളെ രാവിലെ 6 വരെ ഇട്. അത് കഴിഞ്ഞിട്ട് ബ്രസീലിന് കളി ബ്രോ. ഓ ഇതാണല്ലേ ഓഫീസ്. അല്ല ഇത് ശരിക്കും എന്താ ഇത് പരിപാടി? ഇത് ക്ലബാണ്. ഇവന്റ് മാനേജ്മെന്റ് അല്ലേ? മനസ്സിലായി. അല്ല അതിന്റെ ഇതാണോ? അതിന്റെ ഇനാഗുറേഷൻ ആണോ ഇന്ന്? അപ്പോ ഇവര് ഒഫീഷ്യലായിട്ട് ഇവർ കുറെ നാളായിട്ട് ഇവർക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. അതായത് ബാക്കി സംഭവം ഒന്നും ഇല്ലായിരുന്നു. ഓഫീസ് അങ്ങനെ സംഭവം വണ്ടിയൊന്നും ഇല്ലായിരുന്നു അവർക്ക്. അതൊക്കെ ഇന്ന് അവർ കൊണ്ടുവരണം സിറ്റിയില്. ഓ ഓക്കെ. കാർലോ ഒന്നുമില്ലല്ലോ. കാർലോ വാ. നീല അണ്ണാ അത് ടിവിയുടെ ഫോട്ടോ അല്ല. പെട്ടെന്ന് ടിവിയുടെ ഒരു ഫോട്ടോ അല്ലേ? ഇല്ല അല്ലടാ. ഓക്കെ ആണ്. അണ്ണാ ഇതിലെല്ലാരും ഇല്ലല്ലോ അണ്ണാ. ഫോട്ടോ മാറ്റണം. ചന്ദ്രനുണ്ടല്ലേ ഇതില്? പിന്നെ ചന്ദ്രനുണ്ട്. പിന്നല്ലാതെ ഞാൻ വന്നില്ലേ ഫോട്ടോ എടുത്തപ്പോ? ഇല്ല നീ ഇല്ലാതെ ഫോട്ടോ എടുത്ത പറ്റില്ലല്ലേ? ചന്ദ്രൻ കിടന്ന് നേരം കാറിലുണ്ടോ ഇവിടെ? വിട്ടേ
ഞാൻ പറഞ്ഞില്ല എൻട്രി തന്നെ ചന്ദ്രൻ. അയ്യോ. ഇത് പറഞ്ഞിങ്ങനെ ചെയ്യില്ലെന്ന് അതെ പിള്ളേരെ വാതിലിൽ നിന്ന് മാറിയിക്കണേ. സിറ്റിയിലും സിറ്റിക്കകത്തും സിറ്റിക്ക് വെളിയിലും എല്ലാം ഇത് തന്നെ. പുതിയ ഡ്രസ് പിള്ളേരെ പുതിയ ഡ്രസ് കൊള്ളാം കേട്ടാ. എന്താ ഫോട്ടോയ്ക്ക് മുമ്പ് കൊടുക്കണ അങ്ങനെ ഒരു മാല ഒരു സാമ്പ്രാണി അതിന്റെ ഒരു ഓ അണ്ണാ ഓറടിക്കണല്ലേ ഒരു അപ്പുറത്തരാ. ഉടനെ വെക്കാം ഉടനെ വെക്കാം നമുക്ക് ഉടനെ വെക്കാം. ഇതാണ് മീറ്റിംഗ് റൂമേ അപ്പുറത്ത്. കേൾക്കുന്നുണ്ടോ? ചന്ദ്ര എന്താ പൊത്തി പിടിച്ചേക്കുന്നതെന്ന് ചോദിക്കണേ. അണ്ണാ ഓറടിക്കണല്ലേ ഓറ. ആ ഭയങ്കര ഓറ അടിക്കണം കേട്ടോ അവിടുന്ന്. ചേട്ടന്റെ സ്റ്റൈൽ കണ്ടാടി. ഇങ്ങോട്ട് നോയേ. കൊള്ളായിരുന്നല്ലോ തലപതി. എങ്ങോട്ട് കൊണ്ടുപോകണം വണ്ടി കൊണ്ടില്ലാണ്ട് സ്പെഷ്യൽ സാധനം നമുക്ക് അപ്പുറത്തെ റൂമുണ്ട്. വാസുവിന്റെ പഴയ ഫോട്ടോ ഉണ്ടെങ്കിൽ സ്റ്റാറ്റ് ചെയ്യട്ടെ അവിടെ. കാര്യം പെട്ട വാസുവിനാ ഇങ്ങോട്ടോ അണ്ണ ഇങ്ങോട്ട് കാര്യം പെട്ടി ഇങ്ങോട്ടാ. അതായത് അണ്ണ ഇത് കണ്ടാ ഫ്ലക്സ് അടിക്കാൻ കൊടുത്തേക്കുക ഉണങ്ങിയില്ല. അല്ലെങ്കിൽ ഇതിവിടെ ഇവിടെ അണ്ണന്റെ ഫോട്ടോ അണ്ണന്റെ ഫോട്ടോ പറഞ്ഞ അവിടെ അണ്ണന്റെ ഫോട്ടോ അവരുടെ മനസ്സിലുണ്ട് മനസ്സിലായില്ലേ? അതാണ് അവര് വെക്കാത്ത. അവരുടെ ഹൃദയത്തിലുണ്ടെണ്ണ. അണ്ണന്റെ അതാണ് ഹൃദയ അങ്ങോട്ട് വിളിക്കുന്നത് അണ്ണന്റെ ഫോട്ടോ ഇല്ലല്ലോണ. എടാ എന്റെ ഫോട്ടോ ഒക്കെ എന്റെ അടിയന്തര ചടങ്ങല്ലത്. അല്ല ഇനി പൂജാപുറിൽ കാണുമെന്ന് പറയാൻ പറ്റില്ലേ? വീണ്ടും ഇൻസൾട്ട് ഇരിക്കാൻ കസാരയില്ല. ഇവിടെ നിക്കണല്ലേ ഇരിക്കൊരു കസേര. കാസ്ട്രോയെ വിളിക്കാൻ അവരെല്ലാം ഇവന്റ് വിളിക്കാറില്ല. ബ്രോ ഇത് എന്റെ ഇവന്റ് അല്ല ബ്രോ, ഞാനല്ല നടത്തുന്നേ. ഞാൻ കാസ്ട്രോയെ വിളിക്കായിരിക്കും, ഞാൻ കാറിനോട് കൂടെ അല്ലേ നിക്കുന്നേ ബ്രോ. ഇത് ഞാൻ നടത്തുന്ന ഇവന്റ് അല്ല. അണ്ണ ഒരു പരിപാടി അലമ്പാക്കല്ലേ പ്ലീസ്. ചന്ദ്രന്റെ പരിപാടി ഇല്ലേ നമ്മള് ഇപ്പൊ എല്ലാം നീകം പറഞ്ഞ ശരിയാ സത്യം എരണം പിടിച്ച കുറെ എണ്ണം. അതെ തലമൂത്തവരൊക്കെ അങ്ങ് ഫ്രണ്ടിലേക്ക്. എടാ നീ എന്തിനാ ഗ്യാങ് ഡ്രസ് ഇട്ടേക്കുന്നേ? അണ്ണാ നമ്മുടെ ഗ്യാങ് ഡ്രസ് ഇടാൻ പാടില്ല, സീരിയസ് ആയിട്ട് ഗ്യാങ് ഡ്രസ് ഇടാൻ പാടില്ല. ഇല്ല ഇവിടെ അണ്ണാ ഇവിടോട്ടെ ഒന്ന് ചോദിക്കണേ ഇല്ല വേണ്ട. അല്ലല്ല എനിക്ക് പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമില്ല. നീക വേണ്ട കുഴപ്പമില്ല. വെറുതെ ഇത് മേടിക്കില്ലെന്ന് പറഞ്ഞ എനിക്കതിനെ പറ്റി അറിഞ്ഞൂടാ കേട്ടോ, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അതിന് മറ്റേ ഇൻഡിവിജ്വൽ എന്തെങ്കിലും പണി കിട്ടുമോ? ചന്ദ്ര ചന്ദ്ര നടക്കൂട്ടില്ലെന്ന് ഇവിടെ ഞങ്ങളുടെ രണ്ടുപേരും നടക്കേക്ക്. ഞങ്ങൾ രണ്ടുപേരും നടക്കേക്ക്. കാറിനോടെ എന്നെ നടക്കേക്ക്. ചന്ദ്ര സെന്റർ ചന്ദ്രട്ടയല്ലേ അവരെന്തോ പറയുന്നടാ റേഡിയോയില്. ഹലോ അണ്ണയില്ലേ? റേഡിയോ ചന്ദ്രൻ പോയി സംസാരിച്ചൂടാ. ഇല്ല അവര് സംസാരിക്കുന്നു. ബാഡ് അടിച്ചെന്ന് എന്റെ പൊന്നു ബ്രോ, നല്ല കെണ്ട അഭിനയം. ഇത് മറ്റേ ഏതെങ്കിലും ചാറ്റി പോയി ഇറക്ക്. എന്താ നിനക്ക് കണ്ണീരൊപ്പം ഞാൻ നിന്റെ അഡ്രസ് പറയാം, ടിഷ്യൂ പേപ്പർ ഓർഡർ ചെയ്ത് തരാം. നീ ഒപ്പം എവിടെ ഇരുന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 9 മന്ത് ഇതിലും ചെയ്യും. ഇതിലും മൊണ്ടി വരും, ഇഷ്യൂസ് ഒക്കെ വരും. അപ്പോ ഇതാണ് നമ്മുടെ കറന്റ് നമ്മുടെ ബിൽഡിംഗ് വരുന്നതാണ് ബിസിനസ് ബിൽഡിംഗ്. നമ്മള് ഇവന്റ് മാനേജ്മെന്റ് സിറ്റി ചെയ്യുന്നത്.
അപ്പൊ നീ പറഞ്ഞോ, നീ ടെൻഷനോടെ നീ പറഞ്ഞോ. ഹലോ 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 പറഞ്ഞോ, ഫ്രീ ആയിട്ട് പറഞ്ഞോ നീ. അതെ അതെ, നമ്മളൊന്നും പറഞ്ഞോ. ഇത്രേ ഉള്ളൂ അവന്മാര്. അതായത് കുറെ നാളായിട്ട് അവന്മാര് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഇതിന്റെ പോയി സംസാരിക്കൂ. ഏകദേശം ഒരു 9 മാസം ഇവര് തുടങ്ങിട്ടാ. അപ്പൊ എന്തേലൊക്കെ ചെയ്തു വരും, എപ്പോഴും എന്തേലൊക്കെ പ്രശ്നം വരും. പിന്നെ നമ്മുടെ അവൈലബിലിറ്റി കുറെ പ്രാവശ്യം അങ്ങനെ 2 പ്രാവശ്യം തുടങ്ങി, അങ്ങനെ എല്ലാം കൂടി അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് അവന്മാരിന്റെ എന്നെ പുറകെയായിട്ട് നടക്കും ഇങ്ങനെ. അപ്പൊ ഇല്ല നമുക്കിനി മുതുക്കിലാണ് ബാക്കി നമ്മുടെ വണ്ടിയുടെ റിവ്യൂവിങ്. ഓക്കെ എടാ, ബാക്കി വണ്ടിയുടെ റിവ്യൂലിംഗും അല്ലെങ്കിൽ മുതുക്കിലാണ്. ഇവിടെയാണ് അവരുടെ ഓഫീസർ, നമ്മുടെ മറ്റേ മെയിൻ സിറ്റിയിലും ഇവിടെ ആയിരിക്കും അവരുടെ ഓഫീസും ബാക്കി സംഭവമൊക്കെ പറഞ്ഞത്. അതോ മലയാളത്തിലല്ലേ പറഞ്ഞേ? അത്രയുള്ളത്. അപ്പൊ മുതുക്കിലോട്ട് ബാക്ക് ടു മുതുക്ക്. അത് ചന്ദ്ര പറളിയാ എന്താ അണ്ണ ഒന്നാമത്തെ വണ്ടി വണ്ടി എടുക്കാം. വണ്ടി എടുക്കാം. മാറും. സീറ്റ് മാറണ സീറ്റ്. ഇല്ല, ഞാൻ ഓടിച്ചോളാം. സീറ്റ് മാറ. എടാ ഞാൻ ഓടിച്ചോളാം. ഹലോ, നമുക്ക് കയറാൻ പറ്റുള്ളൂ. നമുക്ക് കയറണേ, അണ്ണ ഇറങ്ങണം. അണ്ണ ലാസ്റ്റ് കയറിയാ മതി. എല്ലാരും കയറി ബാക്കി ഇതുവഴി കേറാൻ പറ്റൂലേ? അപ്പൊ ഇതിന് വേറെ ഡോറില്ലേ? അപ്പൊ എടാ ഞാൻ വണ്ടി ഓടിക്കാന്ന്, എനിക്ക് വണ്ടിടാ. ലാസ്റ്റ് കയറിയത് കേട്ടോ. സീറ്റ് മാറ്, നമ്മളെല്ലാം കയറട്ടെ. മാറ്. ഞാൻ കയറട്ടെ അണ്ണാ. ഞാൻ കയറട്ടെ. ചന്ദ്ര സീറ്റ് മാറ്. ബാക്ക് മാറ്. ഞാൻ കയറട്ടെ അണ്ണാ. മാറണ്ണ. മാറി. ഇതിനകത്ത് സീറ്റ് ഇല്ലെന്നാണല്ലോ പറയുന്നേ. എടാ എനിക്ക് കേറാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ എന്തോ അടിക്കുന്നേ? ബാക്കിൽ ബാക്കിൽ പോയിട്ട് ഡ്രൈവർ സീറ്റിലെങ്കിലും കയറണ്ടേ? നീ മാറിയത് ഞാൻ വണ്ടി എടുത്തോ. പിടിച്ചിരുന്ന വണ്ടി പിള്ളേർ കാറിലൊക്കെ എടുത്ത് പോവാ. മുതുകിലോട്ട് തിരികെ ഇതുവഴി പോവാം. ഇത് നമുക്കറിയാം വഴിയൊക്കെ മുതുകിലോട്ടുള്ള, മനസ്സിലായ? ഞാൻ കുറച്ച് ഹൈവേ പിടിക്കാന്ന് വിചാരിച്ചല്ലേ ഇങ്ങോട്ട് വന്നേ. എടാ നമുക്ക് ഹൈവേ പിടിച്ച് പോവാന്ന്. എടാ എനിക്ക് ഷൗട്ട് ഇടാൻ പറ്റത്തില്ല. ഇല്ലാത്ത സാധനം ഹിയറിംഗ് കണക്ട് ആക്കാൻ നമ്മൾ എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്ന നമുക്ക് IR-ൽ പോണം ഇതുപോലൊരു ബസ്സില്. കാണിക്കുന്നേ അടുത്തൊരു സാധനം ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ. തിരിഞ്ഞോക്ക്. ഓടാ ഞാൻ തന്നെ ഓടിക്കാം. വണ്ണസ് അല്ല, ഞാൻ മിക്കവാറും ബാക്ക് റോഡ് ബസ്സായിരിക്കും എടുക്കുന്നത്. ഞാൻ ബാക്ക് റോഡ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ബാക്ക് റോഡ് വണ്ടിയായിരിക്കും മിക്കവാറും ഞാൻ എടുക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഹലോ അലക്സാണ്ടറെ,
എടാ ഇത് എവിടെ എവിടെ ഇതിനകത്തോട്ട് കയറ്റി മതിയോ? ഇവിടെ വണ്ടി ഒരു കംപ്ലൈന്റ് ഉണ്ട്, ഒരു റിപ്പയർ എന്താ പോർത്തലാണോ നീ ഇപ്പോഴും? ചന്ദ്രന്റെ ഭാര്യ ഉണ്ട് കൂടെ ഇവിടെ. എന്താ ഇവിടെ? ഇതെന്താ? ഇത് ഇത് മൊത്തം ഡിസ്പ്ലേ ആയിരുന്നു. ഇത് കൊള്ളാൻ കേട്ടത്. ഇത് കൊള്ളാൻ സെറ്റപ്പ് കേട്ടാ. കറക്റ്റ് പ്രീമിയം നടന്നിട്ടുള്ള ഒരു ഫീൽ കിട്ടും. ഇല്യൂഷൻ പോലെ ഫീൽ ചെയ്യണത്. എനിക്കൊന്ന് ഇലൂഷൻ കൂട്ടൊക്കെ സത്യം എനിക്കും സത്യല്ലേ നല്ല രസം. പാട്ട് കൊള്ളാം, പാട്ട് കൊള്ളാം. എല്ലാരും കൂടെ അപ്പൊ ഒരു ട്രെയിൻ കിട്ടും. ബസ് കൊണ്ടുവരുന്ന ആരടാ? ബസ് കൊണ്ടുവന്ന അവിടെ ആക്കി വിട്ട് ഇനി അണ്ണൻ എങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല അതേ പറഞ്ഞ കാരണവാ പെണ്ണോട്ടോ കാരണവാ. ഇവന് തട്ടി നിക്കണം സഹോദര. ഹലോ ആണല്ലോ പോലീസ് സാർക്ക് നോക്കണ്ട കണ്ടിട്ട് വിഷമമാണ്. എനിക്കത് അറിഞ്ഞൂടാ അങ്ങനെ ഗാംഗ്ടർ ഇടാവോ ഇല്ലെന്നുള്ള കാര്യം അറിഞ്ഞൂടാ. അതാ ഞാൻ പറഞ്ഞല്ല, അത് എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ല അവനൊരു പാന്റെങ്കിലും ഇടാൻ കുറച്ച് നോടി വരാമോ? നല്ല ബാക്ക്ഗ്രൗണ്ട് വസുണ്ണനെയും കാർബണിനെയും മുമ്പോട്ട് കൊടുക്കുന്നത്. പാട്ടിന്റെ സൗണ്ട് കേൾക്കുന്നില്ല. കാരണം ഡോർ ഓപ്പൺ. ഇതൊരു പിരമിഡ് സ്ഥലത്ത് ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അതെ അതാണ് നമ്മൾ പണിഞ്ഞ കുറച്ച് സാധനങ്ങളായിരുന്നു, കുറച്ച് ഇഷ്യൂസ് ഒന്നും ലാസ്റ്റ് ടൈം. ആ ഓക്കെ അടഞ്ഞ ചാവും കേട്ടോ എല്ലാരും. ഓടിക്കോ. ഇത് അടഞ്ഞു പോവും. അയ്യോ വേഗം ഓടിക്കോ വേഗം ഓടിക്കോ. എന്റെ നിഴലുണ്ട്. തെങ്ങ് വലിച്ചിരിക്കുന്നവരുണ്ടല്ലേ തലമുടി. വെയിറ്റ് ആണ്, എല്ലാവരോടും വെയിറ്റ് ആണ്. ഒരു വീഡിയോ ഉണ്ട്. തലപതിനെ വിളിക്കുന്നത് എല്ലാരും അവിടെ പൊസിഷനിൽ നിന്നോളി. ഇത് എവിടെ ഇരിക്കും? കണ്ണു കാണുന്നില്ല. ഹലോ ഞാൻ ഉണ്ട് അടുത്ത്. ഫ്രണ്ട് ഞാനുണ്ട്.
നീ ഞാനാണെന്ന് പറഞ്ഞ കാറിലാണ് പിടിക്കണത്. ആരോ എന്നെ പിടിക്കുന്നേ. ജൂഡിന്റെ കുറുക്കൊരു ആരോ കണ്ടോണ്ട് കറണ്ട് വരും. ഇല്ല കറണ്ട് വേണ്ട പടം കണ്ടു വീഡിയോ കണ്ടു. ഫ്രണ്ടില് 2 പ്രേതമല്ലോ. നമ്മള് കുറച്ചുപേരേ ഉള്ളൂ ഇവിടെ. ഒരാളായാലും 2 ആളായാലും 3 ആളായാലും എനിക്കിവിടെ ഒരു ബിസിനസ്സും വേണ്ട, എനിക്കിവിടെ ഒരു കോപ്പും വേണ്ട. നീയൊക്കെ ഒരു 4-5 എണ്ണ ഇവിടെ അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ ഇതാണ് അല്ലെങ്കിൽ നല്ല രീതിയിലാണ് പോണേന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. മനസ്സിലായ? എനിക്ക് ബിസിനസ് അല്ല, ഞാൻ ബിസിനസ് സജീനെ ഏൽപ്പിച്ചിട്ടാണ്. എനിക്കിത് ബിസിനസ്, ഞാനൊരു ബിസിനസിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സാധനമല്ല ഇത്. നിങ്ങളെ കൊണ്ട് ഹാർഡ് ഗ്രൈൻഡ് ചെയ്യിപ്പിച്ച് എനിക്കൊരു ബിസിനസ് ഉണ്ടാക്കണം എന്ന് ഉള്ളൊരു മൈൻഡിൽ തുടങ്ങിയ സാധനമല്ല ഞാൻ. ഇത് കുറച്ച് പേര് നിങ്ങളിപ്പോ രായൻ വെല്ലാരീനെ അന്തേരീനെയൊക്കെ അവൻ നോക്കിയത് പോലെ അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ച് പിള്ളേര് അവര് നല്ല ഇതിലോട്ട് വന്നു. ഓക്കെ, അപ്പൊ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതാവാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഇതിൽ നിന്നുകൊണ്ട് നല്ലൊരു എന്തേലും സിറ്റിയിലോ പുറത്തോ എന്തേലൊക്കെ നിങ്ങൾക്ക് ഇതാവാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു കാര്യം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സംഭവം തുടങ്ങിയത് തന്നെ. ഇപ്പൊ നമ്മളിവിടെ ഇതില് പുതിയതാണെങ്കിലും എന്റെ പേര് ചന്ദ്രൻ. എന്താ പറയാ? അതെ എനിക്ക് നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ലടേ. ഈ സിറ്റി വന്നപ്പോ ഒരു ഗ്യാങ് എന്റെ അടുത്ത് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബോസൻ ഓണർ ഇല്ലേന്ന്. അതില് സിറ്റി കയറുമ്പോ ഇങ്ങനെ ഒന്ന് ചോദിക്കണമെങ്കിലടാ എനിക്ക് ഇതിലും വലിയ അഭിമാന നിമിഷമൊന്നും ഇല്ല വേറെ. നാടിന്റെ പൊന്നോമന പുത്രന് ജന്മദിനാശംസകൾ. നാടിന്റെ പിന്നെ നീയൊക്കെ എന്താണ് വിചാരിച്ചേ? മറ്റേ ആഴ്ചയിൽ പൈസ മേടിക്കാൻ വേണ്ടി മാത്രമാണ് ബ്ലാക്ക് മാഫിയ നമ്മൾ കൂടെ നിർത്തിയേക്കുന്നതെന്നോ? ഈ ഒരു പരിപാടി സെറ്റ് ചെയ്യാൻ ബ്ലാക്ക് മാഫിയയിലെ പിള്ളേരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അപ്പൊ അമ്പത്തൂര് ഏൽപ്പിച്ച ഒരാള് പോലും അർപ്പിക്കാത്ത അവരവരുടെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക. കണ്ടാ നിങ്ങൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്തില്ല. നമ്മള് കുറച്ചുപേരേ ഉള്ളൂ ഇവിടെ. ഒരാളായാലും 2 ആളായാലും 3 ആളായാലും എനിക്ക് ലവിയെ മാത്രമേ അറിയുള്ളൂ. എന്താ താങ്ക് യു. നമ്മള് എല്ലാരും ഒത്തുകൂടി അടുത്ത ഉടനെ എല്ലാവർക്കും കാണണം. എല്ലാരും കാണാൻ പറ്റും. 6 മണിക്കൂർ പ്രതീക്ഷയില്ല. ഞങ്ങൾ പരിപാടിക്ക് പോലെ എത്തും വിചാരിച്ചില്ല. അങ്ങനെ കാണുമ്പോൾ ഡേവിഡിനെ കാണാൻ പറ്റും.
ഇയേഴ്സ് ഓഫ് ബ്ലാക്ക് മാഫിയ. 3 വർഷമായല്ലേ. താങ്ക് യു ഡ്രീമർ ഗെയിമിംഗ്. മീൻസ് ലോട്ടറാ. ഇനിയുണ്ടോ? ഇനി ബ്ലാക്ക് നമ്മള് കുറച്ചുപേരേ ഉള്ളൂ ഇവിടെ. ഒരാളായാലും 2 ആളായാലും 3 ആളായാലും എനിക്കിവിടെ ഒരു ബിസിനസ്സും വേണ്ട, എനിക്കിവിടെ ഒരു കോപ്പും വേണ്ട. നീയൊക്കെ ഒരു 5 3 വർഷം ശരിക്കും ശരിക്കും ബ്ലാക്ക് അപ്പൊ ടിവിക്കും പിന്നെ നമ്മളെ ചന്ദ്രനും താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാ എന്തിന് പറയണമെന്ന് പറഞ്ഞൂടാ. കാരണം നമ്മൾ വിചാരിച്ച പോലെ പരിപാടി നടന്നിട്ടില്ല. ഒന്നാമത്തെ ഇല്ല കേവി എല്ലാരും നമ്മള് വിളിച്ചിട്ട് വന്ന എല്ലാരും താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ലൈക്ക് നമ്മള് ക്ലബായതിനു ശേഷം നമ്മള് കുറച്ച് ഇങ്ങനെ റിവീലും കാര്യങ്ങളൊക്കെ അതായത് ഞങ്ങൾ നോക്കിയിട്ട് ഒരു 9 മാസമായി. പക്ഷെ ഇതുവരെയും ഒന്നും നടന്നിട്ടില്ല. കൊറേ അതായത് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ ശോകമായി മൊത്തത്തിൽ നിൽക്കുവാണ്. നമ്മള് ഇത് നടത്തിയപ്പോ തന്നെ നമ്മൾ ഇതിന്റെ ബാക്കിൽ 48 മണിക്കൂർ ഇരുന്നിട്ടും നമുക്ക് സത്യം പറഞ്ഞാൽ ഈ പരിപാടി മര്യാദയ്ക്ക് നടത്താൻ പറ്റിയിട്ടില്ല. അപ്പം വേറെ ബാഡായിട്ടൊന്നും എടുക്കരുത്. നിങ്ങൾ കുറെ ഡിലേ ആയെന്നും ഭയങ്കര ശോകമായെന്നൊക്കെ മനസ്സിലായി. നമ്മളെ സൈഡിൽ നിന്ന് ഒരു സോറി ചോദിക്കുകയാണ്. അങ്ങനൊന്നുമില്ലടാ, അടിപൊളിയായിരുന്നടാ. അങ്ങനൊന്നുമില്ല. 2 വാക്ക് സംസാരിച്ചാണ്. 2 വാക്ക് പറയാൻ വേദിയിലേക്ക് നമ്മൾ വാസുവിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ചന്ദ്രൻ ശരിക്കും 3 വർഷമായല്ലേ ബ്ലാക്ക് മാഫിയ തുടങ്ങിയിട്ട്? 3 വർഷം. നല്ല മാറ്റം. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയാ, 3 വർഷം ആയി എന്ന് ഇന്ന് ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഇത്രയും പെട്ടെന്ന് സമയമൊക്കെ പോയെന്ന് മനസ്സിലായത്. ആൻഡ് ഞങ്ങൾക്ക് ടി വിക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കങ്ങനെ ആ ഒരു സമയത്ത് കെ വി ആയിട്ടൊക്കെ റൈവലറി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ബ്രദർഹുഡ് ഗ്യാങ് എന്ന് പറയുന്നത് ബെല്ലാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഇനി ഒരു ഫ്രണ്ട്ലി ഗ്യാങ് വേണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഒരു ക്ലബ്ബോ ഒന്നും വേണ്ട എന്നുള്ളൊരു രീതിയിലായിരുന്നു നമ്മൾ ആ ഒരു സമയത്തൊക്കെ ഇരുന്നത്. ആ ഒരു പർട്ടിക്കുലർ ടൈമിലാണെങ്കിലും അതിന് മുമ്പ് തൊട്ടും ചന്ദ്രൻ അവൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ കുറച്ച് നിങ്ങളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് മാഫിയ ഒരുപാട് കാര്യത്തിൽ, ഫണ്ടിൻ്റെ കാര്യത്തിലും ഹീലിങ്സിൻ്റെയും ബാക്കിയുള്ള ഒരുപാട് കാര്യത്തിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ഞങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഗ്യാങ്ങിൻ്റെ ഒരു ഗ്രോത്തിന് നിങ്ങൾക്കും ഒരു വലിയൊരു പാർട്ടുണ്ട്. ഇതിന് ആദ്യം തന്നെ എല്ലാ ബ്ലാക്ക് മാഫിയ മെമ്പേഴ്സിനോട് ഞാൻ ഒരു ബിഗ് താങ്ക് യു പറയുന്നു. ആൻഡ് എന്താ പറയുക, നമ്മുടെ ടി വി ഗ്യാങ്ങിൻ്റെ ഒരു കോ ലീഡർ എന്നുള്ളതിന് അപ്പുറത്തോട്ട് അവൻ ഇതേപോലത്തെ ഒരു ബ്രദർഹുഡ് കൂടി ഇപ്പുറത്ത് ക്രിയേറ്റ് ചെയ്തതിൽ ഡ്രീമറിനോടും ചന്ദ്രബോസിനോടും ഞാൻ പ്രത്യേകം ഒരു അപ്രിസിയേഷൻ അറിയിച്ചു കൊള്ളുന്നു. ആൻഡ് അവർക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടി അവിടെ ചന്ദ്രബോസും ഉണ്ട്. അപ്പം എന്താ പറയുക, എല്ലാം കൊണ്ടും ഞങ്ങളെ പരിപാടിക്ക് വിളിച്ചതിനും ഇതിനകത്തൊക്കെ ഞങ്ങളെ ഇൻവോൾവ് ചെയ്തതിനും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിനും എല്ലാം ഒരുപാട് താങ്ക് യു ബ്ലാക്ക് മാഫിയോട്. ആൻഡ് വിഷിങ് യു വെരി ഓൾ ദ ബെസ്റ്റ്. എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. അപ്പോൾ സിറ്റിയിലെ ഇവൻറ്റ്സും പരിപാടികളൊക്കെ, ഇനി വരുന്ന പരിപാടികളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റട്ടെ. ഞാൻ കാർലോയെ വിളിക്കാം. കാർലോ 2 വാക്ക് സംസാരിക്കാമെന്ന്. കാർലോയും കൂടെ ഒന്ന് വരണം. ഞാനവിടെ ഒതുങ്ങിയിരിക്കരുതില്ല. ഹലോ ഞാൻ എനിക്ക് ചന്ദ്രന്റെ കേൾക്കാണ്ടോ? ഹലോ ചന്ദ്രന്റെ ക്ലബ്ബാന്ന് അറിയാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ സിറ്റിയില്, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കേവികൾ എല്ലാരും ഇൻവൈറ്റ് ചെയ്തതിന് ഒത്തിരി താങ്ക് യു. നമ്മള് ഈ ബസ്സും സംഭവങ്ങളും ബാക്കി സെറ്റപ്പും പോസ്റ്ററും ഒക്കെ കണ്ടപ്പോ തന്നെ സത്യം പറഞ്ഞാൽ വണ്ടർ ചെയ്യും. ഇത്രയും നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്റെ ഒരു ആഗ്രഹത്തെ പറഞ്ഞാൽ ഇപ്പൊ ഉള്ള ഇവിടെ ഉള്ള ബസ് സിറ്റി ഇറക്കാൻ കൊള്ളാതുണ്ട്. നല്ല രസമുണ്ട് ബസ്സാണെങ്കിലും. അപ്പോ ബി എമ്മിന്റെ ഈ ഒരു പരിപാടിക്ക് ഇവർക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് പോട്ടെ. അപ്പോൾ എനിക്ക് മുന്നത്തെ പണ്ടത്തെ
സംഭവങ്ങൾ ഇതേപോലെ ടി വി അടിയ സമയത്തുള്ള സംഭവങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പേഴ്സണലി അറിഞ്ഞൂടെങ്കിൽ ഇവിടെ വന്നിട്ടാണ് പിന്നെയും കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോ ഇനി മുന്നോട്ട് എല്ലാം നല്ല രീതിയിൽ പോട്ടെ. ഓൾ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത് 2 വാക്ക് പറയാൻ വേണ്ടി രായണ്ണനെയും കൂടെ കൊറേ പുറത്ത് ഈ ലിവിയായിരുന്ന അല്ലെ ഇവൻ നമ്മളെ പഠിക്കുന്നവരെ കൊറേ ഒരു ഇതിന്റെ പിറകില് മെയിൻ നല്ലപോലെ ഫോട്ടോ എടുത്ത് കൊറേ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. സംസാരിക്കട്ടെ നീ സംസാരിക്കട്ടെ. ഇതായിട്ട് ചെയ്യുന്നല്ലേ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് ചന്ദ്രന്റെ ബർത്ത്ഡേക്ക് ഇവര് നല്ല പരിപാടിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല അടിപൊളിയായിരുന്നു. അന്ന് ഞാൻ ഉണ്ടായിരുന്നു. ഇവർക്ക് അതിന്റെ ഒരു സ്കില്ലുണ്ട് സത്യം പറഞ്ഞു. ഞാൻ ഈ ഒരു എന്താ പറയണ്ടേ ഈ ഒരു ഞാൻ ഈ സിറ്റി തന്നെ പല ബർത്ത്ഡേ പരിപാടി ആയാലും ഇതൊക്കെ ഇവർ ചെയ്യുന്ന കണ്ടിട്ട് കുറെ അടിപൊളിയായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി അടിപൊളി പരിപാടി ചെയ്യാ, ഇതേപോലെ ചെയ്യാ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അത്ര തന്നെ എല്ലാവർക്കും ഇത് അവിടെ അവര് സജിയുടെ കാര്യം കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേട്ടാ. നീ ഒന്ന് കയറി സംസാരിക്കും. നീ ഇവിടെ ഒന്ന് കയറി സംസാരിക്കും. ഇത് കണ്ടോ നമ്മുടെ മെയിൻ ആൾക്കാരെ വിളിക്കും. സോ സത്യം പറഞ്ഞ ഒരു മൊമെന്റില് എന്തോ ഈ വീഡിയോ കണ്ടപ്പോഴാണ് നമ്മളൊരു 3 വർഷം അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഒരു ജേണി ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപോയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ ഇമോഷണലി കുറച്ച് ഇതായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എവിടെ നിന്നാ തുടങ്ങിയെന്ന്. ആദ്യം സജിമോൻ എന്റെ മോഡറേറ്റർ ആയിരുന്നു. ഐ മീൻ പുറത്തെ ആളായിരുന്നു. അവനകത്ത് വന്ന് ഞാൻ ഗ്രൈൻഡിങ്ങിൽ കുറച്ച് മുണ്ടിയ സമയം തൊട്ട്, അന്ന് ഞാൻ കോലീഡർ അല്ല ടിവിയുടെ, ആ സമയം തൊട്ട് എന്നെ അവൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. എന്റെ ആ ഒരു സിറ്റിയിലെ മുണ്ടി കണ്ടിട്ട് തരണമെന്ന് പറഞ്ഞ് സിറ്റി വന്നതാണ് അവൻ. അന്നേരം രായൻ ബെല്ലാരിയൊക്കെ നോക്കുന്ന ടൈം. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു രായൻ അങ്ങനെ കുറച്ച് പിള്ളേരെ കൊണ്ടുവന്ന പോലെ എന്താ പറയാ ലൈക്ക് കുറച്ച് പേരെ ഒരു ഗ്രൂപ്പ് പോലെ വേണം. അന്നൊരു തമാശ പോലെയായിരുന്നു. അപ്പൊ സജി വന്നു, അവനെ വെച്ചിട്ട് ഞാൻ അങ്ങനെ കുറച്ച് പേരെ ഇതിനകത്ത് കൊണ്ടുവന്നു. അങ്ങനെ തുടങ്ങിയൊരു ഗ്രൂപ്പാണ്. അത് മെല്ലെ മെല്ലെ വളരാൻ തുടങ്ങി. എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഈ ഗെയിമിന്റെ ഉള്ളിൽ നിങ്ങൾ ഈ കൊണ്ടുവന്ന ഈ ഫ്രണ്ട്ഷിപ്പ് എല്ലാം നിങ്ങൾ പുറത്ത് എനിക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഞാൻ അതേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താ പറയാ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എടാ ഞങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക. നിങ്ങളുടെ പഠിത്തം ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളിത് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഐ മീൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കും. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ നിങ്ങളെ ഇങ്ങനെ കാണുന്നതിലും. അകത്തും പുറത്തും നിങ്ങൾ ഒരുപോലെ, ഞങ്ങൾ TV വരെ 30 പേര് എങ്ങനെയാണ് അതുപോലെ നിങ്ങളിൽ ഓരോരുത്തരും ഗെയിമിന് പുറത്തും നിങ്ങൾ ആ ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട് അറിഞ്ഞാലാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട് വേറൊരു കാര്യം. അപ്പോ ഇതിങ്ങനെ മുന്നോട്ട് പോട്ടെ. ഈ സജീനെ ഈ സമയത്ത് മിസ് ചെയ്യുന്നുണ്ട്. അവൻ ഇല്ല, അവന് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായിട്ടുള്ള ഇതൊക്കെ വന്നപ്പോ അവൻ ഇതായിപ്പോയി. എസ്പെഷ്യലി എല്ലാരെ പേരെടുത്ത് പറയുന്നില്ല ഞാൻ. എല്ലാരടുത്തും ഈ സ്ഥാനം ഏറ്റെടുത്ത് ലെവി ചെയ്തതില് അവന്റെ അടുത്ത് എനിക്ക് ഭയങ്കര ഇതിന്റെ അപ്പുറത്ത് നീയാണ് മെയിൻ ആയിട്ട് നിന്നിട്ട് ഇതെല്ലാം ചെയ്തത്. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് സിറ്റിയിൽ എനിക്ക് നിങ്ങളെ അന്നും ഇന്നും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് നിങ്ങളെ ഗ്യാങ് ആയിട്ടോ വേറെ രീതിയിലൊന്നും കാണണ്ട. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് നിങ്ങൾ സിറ്റിയിൽ ചെയ്യണം. ഐ മീൻ ഇതിപ്പോ ഗ്യാങ് ആയിട്ട് നിന്നിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് ക്ലബ് ആയിട്ടാണെങ്കിലോ ഒറ്റയ്ക്ക് നിന്നിട്ടാണെങ്കിലോ നിങ്ങളെ കൊണ്ട് ഒരു കൂട്ടമായിട്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സിറ്റിയുടെ ഇതിന് വേണ്ടിയിട്ട്. ആൻഡ് ആ വാക്ക് നിങ്ങൾ ഇതുവരെ കീപ്പ് അപ്പ് ചെയ്തു, അതിന് ഭയങ്കര സന്തോഷം. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ പുതിയ ബിസിനസ്സും ബാക്കി എല്ലാം നന്നായിട്ട് നടക്കട്ടെ. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് എല്ലാവരുടെ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് നടക്കട്ടെ. ഇനിയുണ്ട്, ആരും പോവല്ലേ. ചെറിയൊരു അപ്ഡേറ്റ് പറയാന്ന് വെച്ച് കഴിഞ്ഞാ നമ്മളെ സിനിമാറ്റിക്സ് ഫുൾ ആയിട്ടില്ല. അപ്പൊ നമ്മളൊരു ക്ലിംസ് പോലെ കാണിച്ചിട്ട് ഫുൾ വീഡിയോ സൂൺ വരുന്നതായിരിക്കും. അപ്പൊ അതും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ചില്ലായിട്ട് പോവാം. ടെർസറർ അല്ലേടാ?
Guys, to enter the base. This is not an easy task. So ellarum be alert. அப்போ எங்கன பிள்ளாரு இது நம்ம தூக்குவல்லே അത് കൊള്ളാലേ. ഇനിയിപ്പോ അടുത്തിപ്പോ എന്താ ചെയ്യാ? ഹെലി എന്ത് രസോടെ കാണാൻ. എന്റെ അമ്മ, ഹെലി ഒരു സാധനം. ഹെലി തൂക്കി. സത്യമല്ലേ, ഹെലി കൊണ്ടുപോയി. സത്യം. ആ വണ്ടിയേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഹെലിയാണ്. എന്ത് സാധനം. ഫുൾ വീഡിയോ ഒരു 2-3 ദിവസം. ചന്ദ്ര പറയുവാണെങ്കിൽ നമ്മള് കറക്റ്റ് പറയണേ 48 മണിക്കൂർ ഇതിന്റെ ബാക്കി ഇരുന്ന് എടുത്ത 30 റോ ഫുട്ടേജസ് ക്രാഷ് ആയി. സെറ്റാണ് സെറ്റാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഹെലി കൊണ്ടുപോയി കേട്ടാ. ഹെലി കൊണ്ടുപോയി. പിന്നെ വേറൊരു അപ്ഡേറ്റും കൂടെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സെർവർ ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് ഇനി സിറ്റിയിൽ അങ്ങനെ ബ്ലാക്ക് മാഫിയ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് പുതിയ നെയിമും കൂടെ അനൗൺസ് ചെയ്യണതാണ്. അത് നമുക്ക് ഇനിയിപ്പോ വണ്ടി കാണാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. ഓക്കെ. ചന്ദ്ര ഹെലി കിടിലോടാ. പുതിയ ക്ലബ് വരുന്നുണ്ട് ചന്ദ്ര. 2 വണ്ടി യൂസ് ചെയ്യാം. നൈസായിട്ട് ഹെലി മേടിച്ചു പറ്റുമോ? എല്ലാരും സ്ക്രീനിന്റെ ബാക്കി പറഞ്ഞേ. സൈഡിലൂടെ നടന്ന അയ്യോ, എനിക്ക് നേരത്തെ ഉറക്കം വരുന്നു. അയ്യോ, ഉറക്കം വരില്ലേ. ഇന്ന് ജെയിംസ് ബോണ്ടിനെ കളിച്ചില്ലേ, ഇവന്മാരെ കളിക്കും. അയ്യോ പറ്റിച്ചേ പറ്റിച്ചേ. എല്ലാരും എത്തിയില്ല. എല്ലാരും എന്തൊരു സാധനമാണ്. എന്റെ അമ്മ, ഹെലി നോക്കടാ. ഇത് ട്രക്കിനെ പോലെ ഉണ്ടല്ലേ? എന്റെ പൊന്നു. അപ്പൊ ഇതാണ് നമ്മളെ ഇതെന്തൊരു സാധനം ഈ ഹെലി. എന്റെ അമ്മോ, ഇവിടെ ഹെലി ഒരു രക്ഷയില്ല. മയില് ഇത് നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഗോഡ്സിലയുടെ നമ്മുടെ ഷിന്നിന്റെ ഒരു ഇതില്ലടാ അതിന്. ലുക്കുണ്ട് അതിന്.
എടാ ഹെലി വേറെ സത്യം പറഞ്ഞ കേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോക്ക്. ആ പറടാ. ഈ റിവീലിന്റെ ഇത് ആരും ചെയ്തെന്നറിയോ? ഒരു ചെറുക്കൻ അവനാണോ ചെയ്തേ? നിഞ്ചാണോ ചെയ്തത്? ഓക്കെ ഗൈസ് എനിക്ക് വണ്ടിയേക്കാൾ ഇഷ്ടപ്പെട്ടത് ഹേലിയാ ഗൈസ്. എനിക്ക് വണ്ടി അത്രക്ക് ഇഷ്ടപ്പെട്ടതെന്നല്ല, കമ്പാരിറ്റീവ്ലി ഹേലി കൊണ്ടുപോയി. ഇതോ എനിക്ക് സത്യം നിങ്ങളത് നോക്കുക ഗൈസ്, അതിന്റെ ഷേപ്പും എടാ നോക്കടാ, ബ്ലാക്കിൽ കാണാൻ എന്ത് രസോടാ സാധനം. എന്റെ അമ്മ നോക്ക്. ഒയ്യോ ഒന്നും പറയാനില്ല കേട്ടാ. ഒരു മിനിറ്റ് ഒന്ന് മാറിയടാ, ജസ്റ്റ് ഒന്ന് അതിന്റെ ഡ്രൈവർ സീറ്റിൽ ആരും ഉണ്ടെന്നാ? അതെന്താ അങ്ങനെ ഒരു പരിപാടി? അതാരും ഉണ്ട്, ഡ്രൈവർ സീറ്റിൽ ആരും ഉണ്ട്. ഇതിന് പൊളിഷല്ലേ? സത്യം ന്യൂ നെയിം നോക്കുന്നു. എന്താണ്? ഇമ്പാക്ട് ബിൽഡ് ബൈ ചന്ദ്രബോസ്. എടാ പുതിയ നെയിം എവിടെയാ കാണിക്കുന്നേ? എവിടെ? ഓ ഇതാണല്ലേ. ഇത്രയും വലുതായിട്ട് ഇവിടെ നിന്ന് കണ്ടിട്ടില്ല. ബോൺ മെർസിലസ്. ആ പറയടാ അണ്ണാ, അവർക്ക് BMA ബ്ലാക്ക് മാഫിയ എന്ന് പറഞ്ഞ് പേരിടാൻ പറ്റത്തില്ല ഇനി. ഇവിടെ അവർക്ക് പേരിടാൻ പറ്റത്തില്ല ഇനി, കാരണം അത് പുറത്ത് അങ്ങനത്തെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് ഇഷ്യൂ ആണ്. ഇപ്പം അറിയാലോ അത്. അപ്പൊ കുറെ ഇത് മാറ്റി അങ്ങനെ ആണല്ലേ. BM എന്ന് മാറ്റി അവരെ പുതിയ പേര് പറഞ്ഞാൽ ബോൺ മാർസിലസ് എന്നാണ്. ഓ ഓക്കെ 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 ഇവിടെ അതിന്റെ പാട്ടിന്റെ ബാക്കിലാണ് നേരെ നോക്കിയത്. ഓ സെറ്റ് കണ്ടറാ. അടിപൊളി. സെറ്റ് ഓൾ കൂടെ പോയടാ. ഹെലി സെക്സി സാധനം, ഒരു രക്ഷയില്ല. കിട്ടില്ല. ഞാൻ ത്രൂ ഔട്ട് ഈ പ്രോഗ്രാമിൽ എല്ലാത്തിനും ഞാൻ പറയാം, എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, ഇറക്കിയതിൽ ആ ഹെലിയിൽ സത്യം പറഞ്ഞ ഒന്നും പറയാനില്ല. തീർച്ചൻ സാധനം. ഞാൻ മിക്കവാറും ഇത് കൊണ്ടുപോയി TV സ്റ്റിക്കർ ഒട്ടിച്ച് അവിടെ ഇടുവേ. വണ്ടി പോയി. അല്ല ആ മറ്റേ വണ്ടിയും കൊള്ളട്ടോ, ഒരു വന്നിട്ടില്ലേ? അതെ എന്റെ അമ്മോ, ഒരു സാറ്റ് മറ്റേ ഒരു ബൾക്കി സാധനം. ഇത് കൊള്ളാം. ചന്ദ്ര എവിടെ? ചന്ദ്ര ഇങ്ങോട്ട് തോന്നല്ലേ? ഇങ്ങോട്ട് മാറിക്കോ. പരിപാടി ഇവിടെ വന്നേ. പരിപാടിയൊക്കെ കളറാണ്. ഇതെന്താ? ഇമ്പാക്ട്. എന്ത് ഇമ്പാക്ട് ആണ് നീ ബിൽഡ് ചെയ്തത്? ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ആണല്ലേ കളിച്ച്. ഞാൻ ഇതിന്റെ ഇടയിലാ നോക്കി. ആ നീ അങ്ങനെ കാലിന്റെ പ്രതിമയുടെ കാലിന്റെ ഇടയിൽ ചന്ദ്രനെ കാണിച്ചോണ്ട് ഡ്രസ് ഞാൻ കണ്ട്. പറയടാ. ഓ നമ്മുടെ സീറോഡിലെ എന്തായത്? അത് മുട്ടണ്ടില്ലേ? എങ്ങനെയാലും ഒന്ന് പുറത്തിറക്കി തരണം. ആര്? അല്ല ഈ ഹെലി എത്ര എണ്ണം വേണം നിനക്ക്? അല്ല ഇതല്ല, ഇവിടെ നിന്ന് പുറത്തോട്ടിറക്കി. ഇവിടെ നിന്നല്ല, വേറെ വെളിയിലാണ് തരാം. അത് തന്നെ. വെയിറ്റ്, ഇവിടുത്തെ പരിപാടി ഒന്ന് കഴിഞ്ഞോട്ടെ. നീ തോക്കിനകത്ത് കയറി വെടി വെക്കരുത്. അത് ചന്ദ്രന്റെ പ്രതിമയാന്ന് തോന്നുന്നു കേട്ടോ. കണ്ട അതൊക്കെ പറയാൻ കാരണം അതിന് സാധനമില്ല. അത് ചന്ദ്രന്റെ പ്രതിമ തന്നെ. അത് ചന്ദ്രന്റെ ഒരു സ്കാൻ ചെയ്തെടുത്താണ്. അമ്പത്തൂര് ഒരു ഹെലി ഞാൻ നിന്റെ തന്നായിരുന്നു അന്ന്. അത് പറഞ്ഞു. അല്ല എന്നിട്ട് ഞാൻ ഇനി ഹെലി വേറെ ആരെല്ലാം കൂടി ചെയ്യിക്കുമ്പോ കരഞ്ഞു മെഴുകി തൂറി വരണം നീ കേട്ടാ.
അന്നേരം ഞാൻ ബാക്കി പറയാൻ പോണം. അണ്ണനെ പുറത്ത് മെസ്സേജ് ഞാൻ ഇല്ലട്ടോ ഇപ്പൊ ചിത്രയില്ല. ഇറങ്ങി അവിടുന്ന് എന്ത് പറ്റി? പ്രശ്നങ്ങളാണ്. അതല്ലേ പറഞ്ഞ നമ്മള് സ്ക്രാച്ച് ചെയ്ത പണിയാന്ന്. ഇനി പഠിക്കണല്ലേ നീ? പിന്നെ സംസാരിക്കാം. ഭാസ്കരനെ ഓടിച്ചാ എടാ എന്തിനാണ് പോലെന്ന് പറഞ്ഞേ? ചന്ദ്രൻ ഒന്ന് കത്തി ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. ആണോ? ചന്ദ്രൻ കത്തി. മിസ്റ്റർ ലവി അപ്പൊ അതിന്റെ കാര്യത്തിൽ തീരുമാനമായി. ചന്ദ്രൻ കത്തിയതാ. ഈ ഇതൊന്നും എംഎൽഎയുടെ പുറത്തുനിന്ന് പറയടാ പറ. വണ്ടി കൂടെ വരാണ്. ഒരു മാസ്റ്റർ പീസ് സാധനമാണ്, മനസ്സിലായോ? ഇനിയുണ്ടോ ഒരു വണ്ടിയുടെ? ഒന്ന് വെയിറ്റ് ആകണം. അത്ര ആഗ്രഹിച്ചു. ഓക്കെ, ഒരു വണ്ടിയുടെ വരാനുണ്ടോ കേട്ടാ. രായ ഇവിടെ ഉണ്ട്. രായ ഒന്ന് ചാറ്റ് മൊത്തം എതിരാണല്ലോടാ. എനിക്കെതിരാണല്ലേ? പിന്നെ അല്ലാതെ എന്തിരിക്കാണ്? 0 ഡിലേ അല്ല 100% ഡിലേ എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞുണ്ടാക്കണേ. സംഭവം പണിയെല്ലാം കഴിഞ്ഞു എല്ലാരും പറയണെങ്കിൽ. ഇത് നീ പറയാൻ തുടങ്ങിയിട്ട് എന്റെ ഒരു 1-2 മാസം ആവുന്നു. അല്ലണ്ണ ഇത് സംഭവം വെച്ചാലേ റോക്സ് ഇല്ലേ, ലാപ്പൊക്കെ അടിച്ചു പോയണ്ണ. അതാ പ്രശ്നം. വൈമാപ്പ് പണിയാൻ പ്രശ്നമാണ്. ഒരാള് മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ കമ്പനി ആരും ഇല്ല ഇപ്പൊ. നമ്മളൊരു ഡെവലപ്പർ പയ്യനെ എടുത്തില്ലേ, അവനെ വെച്ച് ചെയ്യാൻ പറ്റില്ല. അവൻ പണിയണത് ഇങ്ങനെ ടെക്നിക്കൽ പരമായിട്ടാണ്. മാപ്പ് പണിയോ, പക്ഷെ അത്ര എക്സ്പേർട്ട് മാപ്പ് പണിയാൻ വരണമാണ്. എന്റെ ഉള്ള എല്ലാരും പണിക്ക് കയറി, ജോബിന് കയറി. അതാ പ്രശ്നം. നൈറ്റ് ടൈമേ അവർ കിട്ടത്തുള്ളൂ, അതും 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ. ഞാൻ ഇതിന്റെ ഫുൾ അപ്ഡേറ്റ്സ് നിന്റെ അടുത്തുനിന്ന് മേടിക്കാനാണ് ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് കേട്ടോ. അവര് ചിലപ്പോ വന്ന് ചോദിക്കും. കുറച്ച് ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് അപ്ഡേറ്റ്. പറയണ്ട, എനിക്ക് അവരെ മനസ്സിലായോ? പറയടാ. അതൊക്കെ മേലെ ഞാൻ മാത്രമല്ല അണ്ണനെ ഓടിക്കും എന്നാലും എത്തത്തുള്ളൂ. എല്ലാരും പിങ്ങിലോട്ട് വെളിയിൽ തരും സാധനം. കാണാൻ പറ്റും. നാളെ ഈ ഹെലി ഒരു ഡിസ്കോഡ് സർവേ കാണാം. 50 രൂപയ്ക്ക് വിൽക്കുന്ന. നാളെ ഈ ഹെലി ഒരു സെർവറിൽ 50 രൂപയ്ക്ക് കിടക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ, വേറെ ഒന്നും ഇല്ല എനിക്ക്. ചന്ദ്രന് നന്നായിട്ട് കണ്ടോട്ടാ. ഇതെങ്കിലും എനിക്ക് തരണടാ. ഇതെങ്കിലും എനിക്ക് തരണം. എന്ത് വണ്ടിയല്ലേ എനിക്ക് ഓട്ടോവെയർ ചെയ്യാൻ പറ്റുള്ളൂടാ ഇവിടുത്തെ. പെട്ടെന്ന് ഈ അടിച്ച് പെട്ടെന്നടി. എനിക്ക് പറ്റുള്ളൂടാ. എല്ലാം കഴിഞ്ഞ് എനിക്ക് ഇവിടുത്തെ ഓട്ടോവെയർ ചെയ്യാൻ പറ്റുള്ളൂടാ. വണ്ടിനെ കീതരാ പുറത്തു. എന്നെ കൂടെ ഇല്ലടാ, ഞാൻ കേറുമ്പോ വീണ്ടും ഓട്ടോവെയർ വരുവാടാ. അണ്ണനെ കീ കൊടുത്താ മതി, വേറെ പ്രശ്നമില്ല. അതാ ഒന്ന് മാറത്താണോ എന്നാലും കേറാൻ പറ്റുള്ളൂ. ഞാൻ വണ്ടിക്കകത്ത് കീ വെക്കാം.
വണ്ടി ലോക്ക് ചെയ്തടാ. ലോക്ക് ചെയ്തടാ പൊട്ട. വേറെ ആരോ ലോക്ക് ചെയ്ത് ഞാനല്ല, എന്റെ കീ ഇല്ല കേട്ടോ, വേറെ ആരോ ലോക്ക് ചെയ്ത്. കാർലോ പാവം ബ്രോ. ഇത് ടിവിയുടെ ഇവന്റ് അല്ല ബ്രോ. നിങ്ങൾ ഇങ്ങനെ വിഷം തുപ്പാതെ ഇത് എന്തൊക്കെ പറയണ. ഇത് ടിവിയുടെ ഇവന്റ് അല്ല. ഇനി ഞാൻ കീ തരാം. പിന്നെ ഇവിടെ വണ്ടി നടന്നില്ലേ? അപ്പൊ ഞാൻ എടുത്തോ. മുമ്പിക്കോ ഡ്രൈവർ ആരാ? വന്ന വഴി നേരെ വിട്ടു. അവർക്ക് അവരോട് റെസ്പെക്ട് ഉള്ളതുകൊണ്ടാണ് ഇവന്റിന് വിളിച്ചത്. എടാ ബ്ലാക്ക് മാഫിയ ടിവിയുടെ അണ്ടറിൽ ബിൽഡ് ആയ ഗ്യാങ് ആണ്. ഇവിടെ ഇതിന്റെ അലോയ് വീൽസ് എന്ത് രസോടാ. അണ്ണാ അവന്റെ ഐഡി മാത്രം എന്ന് പറഞ്ഞ 777. ഇവിടെ ഇതിന്റെ അലോയ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയ്യോ ഫ്രണ്ടിൽ ഒരു 1000 പേരുണ്ട്. വീഡിയോ കിക്ക് കിട്ടും. കാർലോ പാവം. എടാ നീ കാർലോ പാവം എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ലൈവ് പോലും സോറി ജീവിതത്തിൽ ഒരിക്കലും നീ അവിടെ പോയി കാണാത്തവനായിരിക്കും നീ ഇവിടെ ഇരുന്ന് ഈ വർത്താനം പറയുന്നത്. മനസ്സിലായോ? ഇനി ഒരെണ്ണം അടിച്ചാൽ ഞാൻ കിക്ക. ഫ്രണ്ടിലുള്ളവരൊന്നും ഒരു സൈഡിലോട്ട് മാറും. വണ്ടിക്ക് പോകാനായിട്ട് റൈറ്റ് സൈഡിലോട്ട് മാറും. നിങ്ങളുടെ മാത്രം ലെഫ്റ്റും റൈറ്റും അറിയാത്ത ഭാഗ്യം. താങ്ക് യു. ദൈവമേ ഒന്ന് വരയ്ക്കൂ. 27. ഈ സെയിം ലിവർ ഇപ്പുറത്തെ സൈഡിലൂടെ അടിച്ചാൽ കൊള്ളായിരുന്നു. രണ്ട് സൈഡിലും അടിച്ചാൽ കൊള്ളായിരുന്നു ഏട്ടാ. അതടിക്കാൻ പറ്റുമല്ലോ. ബെറ്റർ ഗ്രാഫിക്സോ? അതെന്തിനാ? ബെറ്റർ ഗ്രാഫിക്സ് മാറ്റി. അങ്ങനെ ശരിയാ. ഇപ്പോഴാണ് ഇതിന്റെ വലിക്കുന്നില്ല, ഞാൻ ചെയ്യാനാ. നല്ല രസമുണ്ട്. നീ അലോയ്സ് നോക്കടാ. അലോയ്സും വീതും നോക്ക്. വീലും നല്ല രസമുണ്ട്. എനിക്ക് അലോയ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറയല അലോയ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എടാ ഈ ലിവർ ഇത് ഇപ്പുറത്തെ സൈഡിലും കൂടെ ഒന്ന് വിസിബിലിറ്റി ഇല്ല. പേരിന്റെ ടെസ്റ്റർ ഇതാക്കണ്ടേ കുറച്ചും കൂടി. എടാ ബ്ലാക്ക് മാഫിയ ഉണ്ടോ ഇവിടെ? എടാ ബ്ലാക്ക് മാഫിയയിൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എടാ എനിക്ക് വണ്ടിയില് ലെഫ്റ്റ് സൈഡിലുള്ള ലിവർ ചെയ്തും റൈറ്റ് സൈഡിലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് തരുമോ? എഴുതിയിട്ടുണ്ട്. എടാ ഞാൻ ഇന്നൂടെ പറഞ്ഞതേ ഉള്ളൂടാ ബ്ലാക്ക് ആൻഡ് ഗോൾഡിന്റെ കാര്യം. ഇത് ഗോൾഡ് അല്ല, എന്നാലും ഒരു ഓറഞ്ച് ആ ഗോൾഡ് ടോൺ ആണ്. ഞാൻ ഇന്ന് ലൈവ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ പറഞ്ഞേ ഉള്ളൂ ഈ കാര്യം ഇവരുടെ അടുത്ത്. എനിക്ക് കളർ കോമ്പോ ഭയങ്കര ഇഷ്ടമാ. ഓർമ്മയില്ല കഴിച്ച ഈ ലൈവ് തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞത്. ഹെഡ്ലൈറ്റ് ഉണ്ടല്ലോ, ഞാൻ ഓണാക്കിട്ടേക്കോ. അടിയില ഫോഗ് ലാമ്പ് പോലെയാ. മല കയറ്റി നോക്കട്ടെ. മലയിലൊക്കെ പോന്നോന്ന് വേണോ അറിയാം ഇനി തൊട്ടേ. ഞാൻ കുറച്ച് തിരക്കായിരിക്കും കുറച്ച് നാള്. ഇനിഷ്യലൊക്കെ കസ്റ്റമർ എടുക്കാം. ഇടിവണ്ടിയായിട്ട് ഓടിച്ചങ്ങ് പോവാ. എന്ത് പറഞ്ഞാലും നിനക്ക് ഈ തല്ലാൻ പോകുന്നത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം അല്ലേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എനിക്ക് മലയിലൊക്കെ അല്ലാതെ പോകേണ്ട വരും. നിന്റെ സിഗ്മ ചിന്താഗതിയാണ് നിനക്ക്. ഞാനും മലയിൽ തന്നെയാണോ പോണേ? ആടാ ഇന്റീരിയർ അല്ല, ഇന്റീരിയർ പറയടാ. ഞാൻ ചുമ്മാ വണ്ടി ഓടിച്ചു നോക്കാൻ വന്നതാ. ഗ്രാഫിക്സ് ആയിരിക്കും മറ്റേ മോഡിട്ടേക്കോ അല്ലേ? പക്ഷെ ഫുള്ള് വർക്കിംഗ് അല്ല മോഡ്. ഞാൻ ഒരു ഫോട്ടോ എടുത്തു. എനിക്ക് ഒരു ഓവർലയും കൂടെ കിടപ്പുണ്ട്. അതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ കറക്റ്റ് കാണാൻ.
എടാ ഇതെനിക്ക് തരണം, എനിക്ക് സിറ്റിയിൽ എനിക്ക് അത്രേ ഉള്ളൂ. എടാ ഇതെനിക്ക് സിറ്റി തരണം കേട്ടാ. ഹലോ ഹലോ ആ ഞാൻ പ്രശ്നം വണ്ടി കിടക്കല്ലേ അതെവിടെ പോയണ്ണ? എന്താടാ കേട്ടില്ല? വണ്ടി അതും കിട്ടിയില്ല, അതും കിട്ടിയിട്ടില്ല. അതിപ്പോ പറഞ്ഞ അവർക്ക് ഇൻസൾട്ട് പോലെയാവും. അത് കേട്ടാ. ഹലോ 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 ഞങ്ങൾ ഇറങ്ങാണേ. എന്ത് എന്ത് ഞാൻ ഇതൊന്നും എടുത്തു നോക്കട്ടെ. നമ്മളെ ഹെലിയുടെ മോഡലല്ലേ അണ്ണാ ഇത്? അല്ലല്ലല്ലല്ല ആ മോഡൽ അല്ലടാ. ഇത് ലോക്കാണോ? എടാ ഒരു ഹെലി ഫോൺ ചെയ്ത് തരാൻ പറയാ. ഇവിടെ ലോക്കല്ല, ഇതിന്റെ സീറ്റിലാ. എനിക്ക് ഹോട്ട് വെയർ കാണിച്ചോ ഇറങ്ങി. എന്താ പൊങ്ങാത്തെ? ഹലോ അണ്ണാ ഹോട്ട് വെയർ ഒന്നും ഇല്ല. നീയാണോ ഇരിക്കുന്നതിനകത്ത്? ആ കീ തന്നോ. എടാ സീറ്റിൽ ആരോ കേറി ഇരിക്കുവാടാ. ആരാണോ? ഒന്ന് മാറിത്താടാ. അതെ ഞാൻ ഇറങ്ങി. കേറാൻ പറ്റത്തില്ല. അപ്പുറത്തേ കേറുള്ളൂ. ഇത് എന്താ ഇങ്ങനെ മാറിയടാ? എടാ നീ ആ ഹെലിയിൽ നിന്ന് ഇറങ്ങുവോ? ഇല്ല ഞാൻ സീറ്റില്ല, മറ്റേ ഡ്രൈവിംഗ് സീറ്റിലല്ല. എടാ അതാ പറഞ്ഞ ഒന്ന് ഇറങ്ങുവോ? കേറാൻ കാണിക്കുന്നില്ല. അത് DV ആടാ. അല്ലല്ലല്ല ഇനി ഇതിന്റെ ഇത് ചെയ്യാതെ പറ്റൂലല്ലോ. എത്ര കളർ വേരിയന്റ് വന്നാലും വിഷയമില്ല. എല്ലാ കളറിലും കിടല്ലോ സത്യം. ആറായിപ്പയോ അവൻ കേറുന്നില്ലേ? നിനക്കൊക്കെ അതൊക്കെ പണ്ടായിരുന്നു. ഇത് എന്താ ഇത്? അതാ പറഞ്ഞ ബാക്കി നോക്കി ജെറ്റ് എഞ്ചിൻ ഇരിക്കണത് പോലെ. ഹാൻഡ്ലിംഗ് കോർപ്പറേഷൻ ചെയ്തിട്ടില്ല. തൽക്കാലത്തേക്ക് നമുക്ക് പാക്ക് വന്നിട്ടില്ലല്ലോ ഹെലിക്ക്. ഇത് ബൂസ്റ്റ് ഉണ്ടോ? സാധനം കാണാൻ ഒരു രക്ഷയില്ല. ഒന്നും പറയാം രണ്ട് വിഷയം. റിപ്പയർ ചെയ്യാൻ ഓ അണ്ണാ ഇത് ഇതിന്റെ നിഴല് നോക്കിയാ അവിടെ വാറിൽ കൊണ്ടുപോകണം. പെട്ടെന്ന് ഇറങ്ങി. എടാ അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വണ്ടിക്ക് താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പോയിട്ട് വരാം അപ്പൊ കേട്ടാ. ഓക്കെടാ ഓക്കെ. ഇതിന് കൊളീഷൻ ഒന്നും ചെയ്തിട്ടില്ല. അതൊന്നും
വണ്ടി മറ്റേ ബാക്കി പണി പൊളിഷൻ ഹാൻഡ്ലിംഗ് ചെയ്തിട്ട് സിറ്റി കയറും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതെന്താ പൊങ്ങാത്ത? ഹലോ പൊങ്ങുന്നില്ലത്. ആ പൊങ്ങി പൊങ്ങി പൊങ്ങി. ഹലോ ദൈവമേ. ഹലോ അണ്ണന്റെ ഐഡിയ എത്ര? എന്റെ ഐഡി 7. ഞാൻ അതിന്റെ മുകളിൽ ലാൻഡ് ചെയ്തിട്ട് ഇറങ്ങാവേ. അത്രയും പൊങ്ങൂലടാ. റൈറ്റ് റിപ്പയർ ഉണ്ടെന്നാ, മിലിറ്ററി വേഷൻ റിപ്പയർ ഉണ്ട്. അയ്യോ വെള്ളത്തിൽ പോയി. പേടിക്കല്ലേ പേടിക്കല്ലേ, ഇതൊക്കെ എന്റെ ഒരു നമ്പർ അല്ലേ, പേടിക്കല്ലേ. റൈറ്റിൽ റിപ്പയർ ഉണ്ടോ മിലിറ്ററി വേഷൻ? ഞാൻ ഇവിടെ കടൽ തീരത്ത് ഇറക്കാം. എവിടെ ഉണ്ടോ? പ്രതികൂല സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഇറക്കണം. കണ്ട എന്ത് നീറ്റായിട്ട് വന്നുണ്ടോ? എമർജൻസി ലാൻഡിങ്.